ഗോ. ഹേ ബഡീസ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ ആണ്. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ചലഞ്ച് വിസ്പർ ചലഞ്ച്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആരാദ്യം? അച്ഛനാണോ ഞാനാണോ? ഞാനാണ്. ഞാൻ പാട്ട് വെക്കാവേ. പടകാളിച്ചണ്ടിച്ചെങ്കിലൊക്കെ മിന്നൽ വള വെച്ചിട്ട് വെക്കണം. മിന്നൽ വള ഒന്നും വേണ്ട. കേക്കണ്ടോ? ഒന്നും കേക്കണില്ലേ? ഒന്നും കേക്കണില്ലേ? എന്തോ അറ്റം മാത്രം കേട്ട്. തുടങ്ങാം. ആന അലറലോടലറൽ. കേക്കണുണ്ടോ? ഞാൻ 3 പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 കൊടുത്തു നോക്കാം. ആന അലറലോട് അലറൽ. ലിപ്പനങ്ങളാണ്ടം മനസ്സിലായി. പിന്നെ അപ്പുറത്തേട്ട് ആൾക്കാർ വരും. ആന അലറലോട് അലറലല്ലേ? അത് തന്നെ. ഓക്കെ, സെക്കൻഡ്. ആന അലറലോട് പോയപ്പോ തന്നെ മനസ്സിലായി. ഞാനാണോ? ഇവിടെ വരെ എന്തൊരു സൗണ്ടാ. അല്ല, കുട്ടു ഇങ്ങനെ വെക്കരുത്. കറക്റ്റ് ആയിട്ട് റൗണ്ട് ഫിക്സ് ആക്കി വെക്കണം. എന്നാൽ ഞാനത് പൊത്തിപ്പിടിച്ച്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേക്കും. പറഞ്ഞോ, എന്തേലും കേക്കണ്ട. പറഞ്ഞോ, കേക്കാം. 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 പറഞ്ഞോ. ഓക്കെ. അരിപൊളി തിന്നവനെ. ഇത് പഴഞ്ചൊല്ലാണോ? അരിപൊളി അല്ലേ? വാ തുറന്ന് പറ. എനിക്കറിയാവോ ഇത്? അതെങ്ങനെ എനിക്കറിയാം? എന്റെ പഴഞ്ചൊല്ലാണോ അതോ കടങ്കഥയാണോ? പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ല. അങ്ങനെ വെച്ച് എനിക്കറിയില്ല. പഴഞ്ചൊല്ലാണ്. ആനപ്പുറത്തിരുന്നവൻ ശൂലത്തി കേറി. ആനപ്പുറത്തിരുന്നവൻ ശൂലത്തി കേറി. ആക്ഷൻ കണ്ട് മനസ്സിലാവുന്നത്. ആനപ്പുറത്തിരുന്ന ശൂലത്തി കയറി. അതെനിക്ക് പെട്ടെന്ന്, ഞാൻ ഇനി അടുത്തത് എന്ത് പറയുന്നത് എനിക്കറിയില്ലല്ലോ. എന്റെ രണ്ടാമണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ കണ്ടുപിടിക്കട്ടെ. അടുത്തത് 10,000 10 തത്ത ചത്ത് കുത്തിയിരുന്നു. പഞ്ചായത്തിൽ നിർത്തി നിർത്തി പറ. പത്തായത്ത് 10 ചത്ത്. ചത്ത്. പത്തായത്തില് 10 തത്ത. വാദമെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. പത്തായത്തില് 10 തത്തകൾ ചത്തു തിന്നുക. ചത്തുകുത്തിയിരുന്ന. പത്തായത്തില് 10 തത്ത ചത്തുകുത്തിയിരുന്നു.
സോ സിമ്പിൾ. ഞാൻ അടുത്തത് നല്ല വലുത് പറയും. പക്ഷെ കുട്ടുവിന്റെ ചുണ്ടൊന്നും അങ്ങനെ എന്റെ ഞാൻ പക്ഷെ എനിക്ക് അങ്ങനെ മനസ്സിലാവും. പക്ഷെ കുട്ടു പറഞ്ഞ എങ്ങനെയാണെന്നറിയാം? അതെന്താന്നറിയോ, അച്ഛക്ക് ഞാൻ ഇച്ചിരി ചൂണ്ടാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണേ. ഓക്കെ ഓക്കെ. അടുത്തത് മുറ്റത്തെ മുല്ലക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. വാഗണ്ട് മുറ്റത്തെ പറയുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. വേറെ പറയെങ്കിൽ വേറെ വേറെ എനിക്ക് പക്ഷെ 3 പോയിന്റ് ആയി, എന്നാലും കുഴപ്പമില്ല. 5 അക്ക പോയിന്റ്. എനിക്ക് ഓർമ്മയിട്ടല്ല. അടുത്തത് അടി തെറ്റിയാൽ ആനയും വീഴും. അരി വീഴും. അടി തെറ്റിയാൽ ആനയും വീഴും. അത് മനസ്സിലായി. സിമ്പിളാണ്. അടുത്തത് അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ച പോലെ. അച്ഛക്കറിയാൻ പറ്റുമോ? മനസ്സിലായ? അത് മനസ്സിലാവാതെ ഇറങ്ങാം. അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ച പോലെ. ഒന്നും മനസ്സിലാവാനുള്ള. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും കൂടി പറയ്, വാവണ്ട് പറയ്. നീ അങ്ങനെ ഇപ്പൊ ചോദിക്കാൻ. എനിക്ക് 3 പോയിന്റ് ആയേ. എനിക്ക് 3 പോയിന്റ്. കുട്ടന് 3 പോയിന്റാ. അത് മനസ്സിലായ? അത് മനസ്സിലായി. ആദ്യം തൊട്ട് ഒന്നുകൂടി പറ. ആദ്യം തൊട്ടാണിത്. അടി പറ. അനിയത്തിയെ കാണിച്ച്. അനിയത്തിയെ കാണിച്ച്. അടുത്ത് കാറ്റ. അനിയത്തിയെ കാണിച്ച്. അയലത്തെ കാറ്റ്. അനിയത്തിയെ കാണിച്ച്. അടിയത്തെ കാറ്റ്. കാറ്റൊന്നല്ല, കാറ്റും മഴയൊന്നല്ല. അനിയത്തിയെ കാണിച്ച്. കാറ്റ് ശരിയാണോ? അല്ലേ? കാറ്റും മഴയൊന്നല്ല. അനിയത്തിയെ കാണിച്ച്. മനസ്സിലാവുള്ള. അനിയത്തിയെ കാണിച്ച് വായിങ്ങനെ തുറന്ന് സംസാരിക്കും. അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ച പോലെ. പോലെ അവസാനം. അത് മനസ്സിലാ. അനിയത്തിയെ കാണിച്ച്. അയലത്തെ കാറ്റ്. അടിയത്തെ കാറ്റ്. കാറ്റും മഴയൊന്നല്ല മനുഷ്യ. അനിയത്തെ കാണിച്ച്. അടി ശരിയാണോ? അടി അല്ല. അല അനി അട. അടയോ? അനിയത്തിയെ കാണിച്ച്. അടുത്ത വേർഡ്. അടുത്ത വേർഡ് ചേട്ടത്തിയെ കെട്ടിച്ച പോലെ. ചേട്ടനെ പോലെയാ? ചേട്ടത്തിയെ. ചേട്ടത്തിയെ പോലെ. ചേട്ടത്തിയെ കെട്ടിച്ച പോലെ. ചേട്ടത്തിയുടെ പോലെ. ചേട്ടത്തിയെ കെട്ടിച്ച പോലെ. ഒന്നും കൂടി. ചേട്ടത്തിയെ കെട്ടിച്ച പോലെ. കെട്ടിച്ച പോലെ. കെട്ടിച്ച പോലെ. ചേട്ടത്തിയെ പോലെ. അനിയത്തിയെ അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ച പോലെ. അനിയത്തിയെ കാണാൻ ചേട്ടത്തിയെ പോലെ. അനിയത്തിയെ കാണിച്ച്. അനിയത്തിയെ കാത്ത്. അനിയത്തിയെ കാണിച്ച്. ഒന്നുകൂടി പറഞ്ഞേ. അനിയത്തിയെ കാണിച്ച്. അനിയത്തിയെ കാണിച്ച്. കാത്ത്. കാണിച്ച്. കളഞ്ഞ്. ആര് കളഞ്ഞ്? അനിയത്തി ശരിയല്ലേ? അനിയത്തി. അനിയത്തിയെ കാണിച്ച്. കളഞ്ഞ. കളഞ്ഞില്ല. അനിയത്തിയെ
അനിയത്തി പോലെ അനിയത്തിയെ കാണിച്ച് അനിയത്തിയെ കാട്ടും ചേട്ടത്തി ലുക്ക്. അച്ഛ തോറ്റ One more time. അനിയത്തിയെ കാണിച്ച് കളഞ്ഞ് കാത്ത് കാണിച്ച് കാറ്റ് കാണിച്ച് കാണിച്ച് അനിയത്തിയെ കളഞ്ഞ് കാണിച്ച് കാണിച്ച്. ഓ, അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ച പോലെ. അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിച്ച പോലെ. അയ്യോ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല വിട്ടു പറയാൻ. ഞാൻ സാധാരണ പറഞ്ഞേ, പക്ഷെ അത് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞപ്പോ വിട്ടു ആകുന്നു. അല്ലെങ്കിൽ അത് ഞാൻ ആദ്യമൊക്കെ അച്ഛൻ പറഞ്ഞു പറഞ്ഞ പഠിക്കണ ടൈമിന് ഇച്ചിരി വാടച്ചിരിച്ച്. പക്ഷെ അങ്ങനെ വാ തുറന്നു പറഞ്ഞാൽ ഇപ്പൊ ഞാനിങ്ങനെ ലിപ്പ് നല്ലതായിട്ട് മുട്ടിച്ചു പറയുമ്പോ പെട്ടെന്ന് കിട്ടും. എനിക്കറിയാവുന്നതാണ്. സിമ്പിൾ. ഞാൻ കുട്ടിനെ ഇങ്ങനെ പാടുന്നു ചോദിക്കും. ഞാൻ പാടൊന്നും അല്ലല്ലോ ചോദിച്ചേ. പിന്നെ ഞാൻ കേട്ടിട്ടും പോലും ഇത് പെട്ടെന്ന് കിട്ടും. ഇനി പാട്ടോണാക്ക്. ഇതിപ്പോ എത്ര എണ്ണായി? ആരാ ജയിച്ചേ? അളിയോ, എന്തോ ആക്കരുതട്ട. ഓ, കേക്കണ്ട. ഭയങ്കര പണിയാണ്. അമ്മായിമ്മക്ക് അടുപ്പിലും മരുമകൾക്ക് വളപ്പിലും പാടില്ല. അമ്മായിമ്മക്ക് അടുപ്പിലും തൂറാം, മരുമകൾക്ക് വളപ്പിലും പാടില്ല. എനിക്ക് മനസ്സിലായി ഇത്. അയ്യോ, അമ്മായിമ്മക്ക് അടുപ്പിലും തൂറാം, മരുമകൾക്ക് വളപ്പിലും പാടില്ല. അയ്യേ, തീട്ടൊക്കെ ഞാനിത് സിമ്പിളായിട്ട് ഇതൊക്കെ നമ്മളെപ്പോഴും യൂഷ്വലി കേൾക്കുന്നൊക്കെയാണ് പണ്ടൊക്കെ. കുട്ടി ചോദിക്കുന്നത് ഏതൊരു കേട്ടിട്ട് പോലും ഇല്ല. കേൾക്കാത്തല്ല, ഇത് യൂഷ്വലാണ്. സിമ്പിളാണ്. അടുത്തത് സിമ്പിളാണ്. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. ചെറുതാണ്. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. എനിക്കെല്ലാം ടഫുള്ള. പിന്നെ സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. 2 വേർഡാ? 4 വേർഡ്. 4 വേർഡാ? ആദ്യത്തെ കള്ളനെ നമ്പിയാലും തമ്പുരാനും. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. ഒന്നും കൂടി. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. കള്ളനെ തപ്പിയാലും കുള്ളനെ തപ്പരുത്. അല്ല, തപ്പലല്ല. കള്ളനെ നമ്പിയാലും. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. ഞാൻ എന്തൊരു പാവാ, എന്തൊരു എളുപ്പാ. നീ എന്റെ കൂടെ കഴിഞ്ഞ നിർത്താം. അച്ഛല്ലേ സ്റ്റാർട്ട് ചെയ്ത്. ലാസ്റ്റ് ആയത് സോ സിമ്പിൾ. കർക്കിടക ചേന കട്ടിട്ടേലും തിന്നണം. തിന്നാം. കർക്കിടക ചേന കട്ടിട്ടേലും തിന്നണം. എന്തോ ചേല എവിടെയോ തിന്നാം ആണാ? തിന്നാം. ഓക്കെ. ചേലയല്ലേ? കർക്കിടക ചേന. കടലിലെ ചേല. കർക്കിടക പാട്ട് തീർന്നു. കർക്കിടക
ചേന. ഇത് നേരത്തെ ഇതല്ല പറഞ്ഞേ. അല്ല, കർക്കിടക ചേന. കർക്കിടക ചേന. 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 ആ. കർക്കിടക ചേന. കട്ടിട്ടേലും കട്ട്ലറ്റിലും. കട്ടിട്ടല്ല, ഉണ്ടമ്പരി. കട്ടിട്ടേലും തിന്നണം. കട്ടിട്ടേലും തിന്നണം. കട്ടിലിലും തിന്നണം. കട്ടിട്ടേലും. കട്ടിട്ടേലും. കർക്കിടകത്തിലെ ചേന കണ്ടില്ലേലും തിന്നണം. കർക്കിടക ചേന കട്ടിട്ടേലും. കർക്കിടകത്തിലെ ചേന അത് കറക്റ്റാ. കർക്കിടക ചേന. ഓക്കെ. കട്ടിട്ടേലും തിന്നണം. കട്ടിട്ടെങ്കിലും തിന്നണം. ആണോ? കർക്കിടക ചേന കട്ടിട്ടേലും തിന്നണം. കട്ടിട്ടേലും തിന്നണം. എന്ത് സിമ്പിളാ. അയ്യോ സിമ്പിള്. ഞാൻ പറഞ്ഞതോ പെണ്ണിനെ കെട്ടിക്കണ കാര്യല്ല. അപ്പം എനിക്ക് 5 അച്ചക്കഞ്ച്. 5 തോന്നണം, ഞാൻ എണ്ണിയില്ല. ഓക്കെ, 5 തോന്നണേ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞങ്ങളുടെ ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുകയാണെന്ന്. എന്താണ് അഭിപ്രായം എല്ലാവരും കമന്റ് ചെയ്യുക. പിന്നെന്താ, പുതിയ ചലഞ്ച് വേണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. അടുത്ത ചലഞ്ചായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ബൈ ബൈ.